നീ ഒപ്പിട്ട് പുറത്തേക്ക് പോയോടനെ ആ റാണി അകത്തേക്ക് പോണ കണ്ടു. അപ്പോഴെനിക്ക് തോന്നി എന്തോ ഗുലുമാലൊപ്പിക്കാനാണെന്ന്. പിന്നെ സത്യസന്ധതയുടെ നിറകുടമാണല്ലോ. സത്യം മാത്രമേ പറയൂ ആ മഹാറാണി. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടായിരുന്നെങ്കിലേ ഇവള് ഉറങ്ങുന്ന ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിടും. ഉറപ്പാ. അതൊന്നും വേണ്ടട്ടാ. പിന്നെ അവളും അങ്ങോട്ട് ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസമായിരുന്നു. എന്ത് ചെയ്യാനാ പറ. ഇന്റർവ്യൂവിന് പോയപ്പോ അത് അങ്ങനെ, ഇവിടെ വന്നപ്പോ അത് അതിലും വലിയ പ്രശ്നം. ഇനി നേരത്തെ തന്നെ സ്കൂൾ വിടും വരില്ല അമ്മേന്ന് മിഥില ചോദിച്ചു. തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ പോവാനാ? എനിക്ക് ഓഫീസ് പ്യൂൺ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ എല്ലാം പ്രശ്നമാണ്. മേഡം, രാവിലെ മുതൽ മേഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വയസ്സായ ആളല്ലേ പാവം. ഇന്നിന്റെ കട്ട പുകയാണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തു കൊടുത്തേക്കും. എന്താ വേണ്ട പറ. എന്റെ മകളുടെ കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്റെ മകളുടെ കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് വേണ്ടി പണം ചോദിച്ചുകൊണ്ട് ഒരപേക്ഷ കൊടുത്തായിരുന്നു ഞാൻ. 1 മാസമായി ഇതുവരെ ഒരു വിവരവും ഇല്ല. ഇപ്പോഴും അത് തഹസിൽദാരുടെ മേശപ്പുറത്താ ഉള്ളത്. എന്റെ കയ്യിൽ വന്നിട്ടില്ല. വരുമ്പോഴൊക്കെ ഇത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ മാറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് വരും. പോയിട്ട് ബുധനാഴ്ച വാ. സന്തോഷമായി. വരട്ടെ. തന്റെ പേരെന്താ? ഞാൻ അങ്ങ് മാറുന്നു. ജയചന്ദ്രൻ. ഓ, അപ്പൊ ഹരിചന്ദ്രൻ അല്ലല്ലോ. 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഞാനിവിടെ 14 വർഷമായി കേട്ടോ. ഇത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എൻക്വയറിയാണ്. പ്ലീസ് കീപ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. ഓക്കെ, താങ്ക് യു. സാർ, ഞാനിവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. വാസന്തിയുടെ എല്ലാ ഒഫീഷ്യൽ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തു സാർ. അതെ സാർ, പേഴ്സണൽ ഡീറ്റെയിൽസ് 2 മണിക്കൂർ കൊണ്ട് കിട്ടും. താങ്ക് യു സാർ. എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞു? ധൃതി വെക്കാതെ ഞാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞ ആ ത്രില്ലങ്ങ് പോകും. ടുഡേ ഈസ് എ ബിഗ് ഡേ. വാ. അമ്മ ഇതൊന്ന് വായിച്ചു നോക്ക്. അമ്മയ്ക്ക് കാഴ്ച കുറഞ്ഞെന്നാ തോന്നുന്നേ. എന്തായാലും വേഗം കണ്ണട വെച്ചോളൂ. പൊടി. ഹായ് മിഥില. ഹായ്. ഹായ് ആന്റി. വാടാ, നമുക്ക് ആ ലാസ്റ്റ് ടേബിളിൽ ഇരിക്കാം. ഏതാടി അങ്കിൾ ബൻ? എന്നെ ആന്റി എന്ന് വിളിക്കാൻ? എന്റെ ക്ലാസ്മേറ്റാ. 35+ ആണെങ്കിൽ ഞങ്ങൾക്ക് ആന്റി അമ്മേ. 35+ ജെൻസിനെല്ലാം അങ്കിൾ എന്നാണോ വിളിക്കുന്നത്? 35+ ആണെങ്കിൽ ഞങ്ങൾ അങ്കിൾ എന്നും വിളിക്കില്ല, ഹായ് എന്നും പറയില്ല. തമാശ അമ്മേ. ഇതെന്ത് ബ്രോച്ചറാടി? നമുക്ക് വേഗം അയർലൻഡിൽ പോകാൻ വേണ്ടി ശാന്തി ടീച്ചർ വരുത്തിച്ചു തന്നതാ. നമ്മൾ താമസിക്കാൻ പോകുന്ന അയർലൻഡിൽ 2 ലീഡിംഗ് സ്കൂൾ ഉണ്ട്. ഇത് ടക്ക് ഷോപ്സ്, നമ്മുടെ നാട്ടിലെ ക്യാൻറ്റീൻ പോലെ. മാസത്തിലൊരിക്കൽ സ്റ്റുഡൻസാ നടത്തുന്നത്. അതിൽ കിട്ടുന്ന ലാഭം അവർ സ്റ്റുഡൻസിന് തന്നെ തരും. സോ എനിക്ക് അവിടെ പോക്കറ്റ് മണിയുടെ ആവശ്യമില്ല. അത് മാത്രമല്ല, വാസന്തി എനിക്ക് ചെലവ് ചെയ്തതൊക്കെ കുറച്ച് ചേർത്ത് ഞാൻ തിരിച്ചു തരും. ഇത് വായിച്ചു നോക്കാമേ. ഹൈസ്കൂൾ ലെവലിൽ തന്നെ ദേ ആർ ഓഫറിംഗ് 3 സ്ട്രീംസ്. അതിൽ പ്രധാനം നമ്മൾ എല്ലാവരും ഒന്നിച്ച് അയർലൻഡ് പോകുമോ എന്നറിയില്ല. എനിക്ക് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ പറ്റൂ. അതെപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ഇന്റർവ്യൂവിൽ എനിക്ക് പ്രായം കൂടുതലാന്ന് പറഞ്ഞ് എന്നെ റിജക്ട് ചെയ്തു. മാഡം, ഇവിടെ ഓക്കെ. മിത്തി, മിത്തി. എക്സ്ക്യൂസ് മീ. യെസ്. ഇതൊന്ന് പാക്ക് ചെയ്തേക്കണേ. ഓക്കെ മാഡം. സർ, ഇൻകമിംഗ് കോൾ. ഗിരിജ ശ്രീനിവാസൻ. ഹലോ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു ഗിരിജ. സോറി വാസന്തി. ഓ, ഇന്നാണല്ലേ ബർത്ത്ഡേ. ഗോഡ് ബ്ലസ്. പിന്നെ 16-ന് ജനിച്ചവർക്ക് കുഴിമടിയരാന്നാ പറയാറുള്ളത്. ആണോ?
അതെ സാർ. എൻ്റെ ബർത്ത്ഡേയും ഇന്നാ. സോറി സാർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. ഇങ്ങനെ ഒരു ബർത്ത്ഡേ വരാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ജീവിതത്തിൽ ഒരു വൃത്തികെട്ട ദിവസം ഉണ്ടെങ്കിൽ അത് ഇന്നാ. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ഏതാണ്ട് ചോദ്യത്തിന് ഇന്റർവ്യൂവിന് മര്യാദക്ക് ആൻസർ ചെയ്തില്ലല്ലോ. അതെ, അതിനെന്താ? അതൊക്കെ നോണേണ്. നിനക്ക് വയസ്സ് കൂടുതലായതുകൊണ്ടാണ് ഇന്റർവ്യൂന്ന് റിജക്ട് ചെയ്തതെന്ന് ആ റാണി ഓഫീസിൽ മുഴുവനും പറഞ്ഞോണ്ടിടക്കണേണ്. അവള് നടു ഒടിഞ്ഞ് താഴെ വീഴണം, മുൻപല്ല രണ്ടും പൊട്ടണം. ഇന്റർവ്യൂ ബോർഡിൽ അവളുടെ കസിൻ ആരാണ്ടുണ്ടെന്ന്. നിനക്ക് 40 വയസ്സായതുകൊണ്ട് ഇനി നിനക്ക് അയർലാൻഡിലോട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞെന്നാണ് അവള് പറയണത്. ആർക്കടി 40 വയസ്സ്? അവക്കാ 40 വയസ്സ്. 40 അല്ല, 47 വയസ്സ്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി 10 വയസ്സ് കുറച്ച് നടക്കണേന്ന്. ഹലോ 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 വാസന്തി, ഹലോ. പുറത്ത് കണ്ടില്ലെങ്കിലും അകത്ത് ധാരാളം സിൽവർ എയേഴ്സ് ഉണ്ട്. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാ ഈ മുടി ഇത്രയും നരച്ചത് മാഡം? അതാ എനിക്കും മനസ്സിലാവാത്ത. ഫുഡ്, ടെൻഷൻ, ഇതുപോലെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ഹെയർ കളറും ചെയ്ത് ഒരു ഫേഷ്യലും കൂടി ചെയ്താൽ 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നും. കാലം മാറുന്നു, വിണ്ണിൽ വാഴാൻ മോഹം തോന്നും കാലം. ആൻഡ് പിരിഞ്ഞാല പ്രശ്നം. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്തു പറ്റി? സഹിക്കാൻ വയ്യ, കൊതുകടി. ഇങ്ങനെ കാട് പിടിച്ച് കിടന്നാ പിന്നെ കൊതു വരില്ലേ? ഒക്കെ ഉണങ്ങിപ്പോയല്ലോ, ശ്രദ്ധിക്കാറില്ലേ? സമയല്ല സർ. മോക്ക് തോന്നിയ അവള് വെള്ളം ഒഴിക്കും. ഇപ്പൊ അവളും വിട്ട്. ഒന്ന് ശ്രദ്ധിച്ചാ വീട്ടിലേക്കുള്ള പച്ചക്കറിയെങ്കിലും കിട്ടില്ലേ? മോളിൽ കുറച്ച് ജോലിയുണ്ട്, അതൊന്ന് ശരിയാക്കണം. അഗ്രികൾച്ചർ ഓഫീസിൽ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പറഞ്ഞു വിടട്ടെ? ശരി മോളെ, എന്നാ പിന്നെ പറയാം. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം കുട്ടി അവളുടെ നോക്കം മനസ്സിലായോ? ലക്ഷ്മി പറഞ്ഞായിരുന്നു. ലക്ഷ്മി പത്മിനിയോട് പറയുന്നത് അവൻ അടുത്ത റൂമിൽ നിന്ന് കേട്ടു. എന്നിട്ട് പക്ഷെ അവൻ അറിഞ്ഞ ഭാവം കാണിച്ചില്ല. ഒന്ന് ശബ്ദം കുറയ്ക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും മാത്രം കേട്ടാ മതി. ഈ വീട്ടിൽ പഠിക്കാനും സമ്മതിക്കില്ല. സ്കൂള് വിട്ട് വന്ന ഉടനെ ബാഗ് എടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ചെരുപ്പുരുട്ടി കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്താണ് ഇവ ചോദിച്ചപ്പോ പറയാ നിങ്ങളുടെ ജോലി നോക്കാനെന്ന്. ഇങ്ങനെ വിട്ടാലുണ്ടല്ലോ നാളെ നിന്നെ ആയിരിക്കില്ല കുറ്റം പറയാ. ഞാൻ പറയുന്നത് സത്യമാ. അയ്യോ, ഇതെന്താണ് ഇത്? ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായി. അത് എന്റെ കുറ്റമൊന്നുമല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊന്നുണ്ട്, അത് കറക്കുന്നത് ഞാനല്ല. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എന്റെ പ്രായം കുറയാൻ പോകുന്നില്ല. 36 വയസ്സിലൊന്നും അല്ല ഞാൻ നിന്റെ അമ്മയായത്. 23 വയസ്സിൽ ഞാൻ നിന്റെ അമ്മയായി. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പോഴാ അച്ഛനും മോളും അയർലാൻഡ് എന്ന് കുതിക്കുന്നേ. കഴിഞ്ഞ വർഷം അയർലാൻഡ് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അമ്മയോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്തിനാ ഇപ്പൊ ചൂടാവുന്നേ? പിന്നെ ഒരു ഡ്രീം നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായവർക്കേ മനസ്സിലാവും. 13 വയസ്സിൽ നിനക്കെന്താ അത്ര ഡ്രീം? ഞങ്ങളുടെ കാലത്തിൽ 1-2 മാത്രമേ തലതിരിഞ്ഞു പോകൂ. ഇപ്പൊ എല്ലാം തലതിരിഞ്ഞു പോയി, ഇന്റർനെറ്റ് കാരണം. എന്റെ കോളേജ് ഓട്ടോഗ്രാഫ് ബുക്കിലെ ഡോണ്ട് ഫർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ് എഴുതിയത് ആരാന്നറിയോ? ബ്രിട്ടാനിയ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും ഉണ്ട്. എന്നെക്കാളും മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. കാണണോ? ഞാനതൊരു 500 പ്രാവശ്യം കണ്ടതാ. ഇനി അത് പൂജവെപ്പിനും കൃഷ്ണജയന്തിക്കും എടുത്താൽ മതി. നിന്റെ ഡ്രീം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയല്ലേ ഞാൻ എന്റെ ഡ്രീം മറന്നത്. ഓ, എത്ര വലിയ സാക്രിഫൈസ്. ഒരു അമ്മ ഇതുപോലത്തെ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നേടാം. അമ്മ എല്ലാം ചെയ്തിട്ട് എന്റെ തലയെ പഴിച്ചായിരിക്കാ. ഒന്നും തലയിലേക്ക് വെക്കുവല്ല. നീ സ്വപ്നം കാണുന്ന രീതിയിലാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്റെ അമ്മ അങ്ങനെയല്ല വളർത്തിയത്. എല്ലാവരും പെൺകുട്ടികളെ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാ വളർത്തുന്നത്. ആ കാലത്തെല്ലാം അങ്ങനെയാ. നിന്നെ പോലെ ഈ രീതിയിൽ ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ ചൂല് കെട്ടുകൊണ്ട് അടിച്ച് താഴെ ഇടുമായിരുന്നു. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിച്ച ഐ ബിക്കം ഓൾഡ്. പെട്ടെന്ന് കിളവിയാകും. എനിക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, തീർക്കണം. വിട്ടുകളഞ്ഞേക്ക്. അവള് ദേഷ്യം വന്നപ്പോ പറഞ്ഞായിരിക്കും. പിന്നെ നിന്റെ അല്ലേ മോള്, അപ്പൊ ആ ഗുണം കാണിക്കായിരിക്കും. അവൾ എന്റെ മോളല്ല, കുട്ടി പിശാച.
നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എന്നാ നീയും കുറച്ച് കഴിച്ചോ. അതെന്താ അങ്ങനെ ഒരു പുതുമ? ഞാൻ നല്ല ഒന്നാം തരം കേക്ക് കഴിച്ചു. ഈ കഴിക്കുന്നതേ നമ്മുടെ ടെറസിൽ വളർന്നതാ. ഈ സാലഡിന് 20,000 രൂപയോ? അല്ല, എന്റെ മുടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുപറ്റി? അപ്പൊ കണ്ടില്ലേ? നന്നായിട്ടുണ്ട്. കള്ളം പറയരുത്. അല്ലല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. വയലറ്റ് ആണോ? റെഡ് ഗോൾഡ്. ഇപ്പൊ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴുകിക്കളയാൻ ഞാനൊരു ഡൈസ്റ്റൈനർ വാങ്ങിയിരുന്നു. ഇനിയിപ്പോ എനിക്ക് ധൈര്യമായി. നാളെയാണ് മോളുടെ സ്കൂളിലെ പാരന്റ്സ് ഡേ സെലിബ്രേഷൻ. ഒന്ന് പോയി കലക്കണം. കലക്കാം കലക്കാം. ഇന്റർവ്യൂല് തോറ്റേന് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് 34 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഓപ്ര വിൻഫ്രൈ പോലും 5 പ്രാവശ്യം ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടത്. എന്താ പറഞ്ഞേ? 34 കോടിയോ? അവരാരാ? അത് നമ്മുടെ ഈ കൊച്ചുകടവന്തറ അടുത്തുള്ളൊരു പെങ്കൊച്ച. കൊള്ളാലോ, നമ്മുടെ നാട്ടുകാരിയാ. ഇനി എന്റെ അയർലൻഡിൽ പോക്ക് എന്താവോ എന്തോ. എന്താ? അതെന്താ? ഒന്നുമില്ല, രാവിലെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സ്കൂളിൽ പഠിക്കുന്നൊരു പയ്യൻ വന്ന് നമ്മുടെ വണ്ടിയുടെ വട്ടം ചാടി. എന്നിട്ട് സീരിയസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ ആ പയ്യനെ അവിടെ നിന്ന് എടുത്ത് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കേസായാലോ എന്നൊരു ചെറിയ പേടിയുണ്ട്. നമ്മുടെ വിസ പ്രോസസ്സിങ്ങിനെ ചിലപ്പോൾ ബാധിക്കും. വിസയ്ക്ക് വേണ്ടി ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് അത് കൈ കിട്ടാൻ പോയ സമയത്താ. ഈ കേസ് എന്ന് പറഞ്ഞാ അറസ്റ്റും മറ്റോ ഒന്നും വരത്തില്ലല്ലോ അല്ലേ? ഇല്ലില്ല, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും വിസയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ആ ലൈസൻസ് കൊടുത്താൽ മതിയായിരുന്നു. എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു ജീവിതമായിപ്പോയി എൻ്റെ. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞാലോ? അയ്യ, അത് വേണ്ട. എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകട്ടെ. അത് വാങ്ങി വെച്ചതല്ലാതെ ഇതുവരെ ഞാൻ പുറത്തെടുത്തിട്ടില്ല. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. വിസയുടെ കാര്യം എന്താ വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഓക്കെ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് ഇപ്പം തന്നെ വരാം. ആ ഹലോ, എടാ ഞാനാ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വാസന്തിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ അവൾക്ക് വേറെ പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. താങ്ക് യു. ആ ശരി, വെക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. ആരായിരുന്നു വിളിച്ചേ? ഓഫീസ് കൊളീഗ്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതാ. വാ, ആഹാരം കഴിക്കാം.